ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളുമായി ഒരു ഓഡിയോ സംഭാഷണം പുറത്തു വന്നിരിക്കുന്നു. കഴിഞ്ഞ വർഷം രാജ്യത്ത് നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ ക്രൂരമായി അടിച്ചമർത്താൻ ഷെയ്ഖ് ഹസീന നേരിട്ട് ഉത്തരവിട്ടുവെന്ന് ഈ ഓഡിയോ സംഭാഷണം വ്യക്തമാക്കുന്നു. ഷെയ്ഖ് ഹസീനയും ഒരു മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥനും തമ്മിലുള്ള ഈ സംഭാഷണത്തിന്റെ ആധികാരികത BBC സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ്. പുറത്തുവന്ന ഓഡിയോയിൽ പ്രക്ഷോഭകരെ നേരിടാൻ മാരകമായ ആയുധങ്ങൾ ഉപയോഗിക്കാനും അവരെ എവിടെ വെച്ച് കണ്ടാലും വെടിവെക്കാനും സുരക്ഷാ സേനയോട് ഷെയ്ഖ് ഹസീന നിർദ്ദേശിക്കുന്നത് വ്യക്തമായി കേൾക്കാം. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകരെ ലക്ഷ്യം തെറ്റാതെ വെടിവെക്കാൻ പ്രധാനമന്ത്രി നേരിട്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു എന്നാണ് ഈ സംഭാഷണം തെളിയിക്കുന്നത്. ഫോറൻസിക് വിശകലന വിദഗ്ധരും ഈ ഓഡിയോയിൽ കൃത്രിമങ്ങളൊന്നും കണ്ടെത്താനായില്ലെന്ന് ഉറപ്പു പറഞ്ഞിട്ടുണ്ട്. ഓഡിയോയുടെ ആധികാരികത സംബന്ധിച്ച് ഇപ്പോൾ സംശയങ്ങൾക്കൊന്നും സ്ഥാനമില്ല. ഈ വർഷം മാർച്ചിലാണ് ഈ ഞെട്ടിക്കുന്ന ഓഡിയോ ചോർന്നത്. കഴിഞ്ഞ വർഷം ജൂലൈ 18-ന് ധാക്കയിലെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ഗണഭവനിൽ നിന്ന് നടത്തിയ ഫോൺ കോളിനിടെയാണ് ഈ സംഭാഷണം റെക്കോർഡ് ചെയ്യപ്പെട്ടത്. ഈ ഫോൺ സംഭാഷണത്തിന് തൊട്ട് പിന്നാലെയാണ് ധാക്കയിലുടനീളം സൈനിക ഗ്രേഡ് റൈഫിളുകൾ വിന്യസിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തതെന്ന് പോലീസ് രേഖകൾ ഉദ്ധരിച്ച് BBC റിപ്പോർട്ട് ചെയ്യുന്നു. ഈ വെളിപ്പെടുത്തലുകൾ ബംഗ്ലാദേശിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു. കഴിഞ്ഞ വർഷം നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം ബംഗ്ലാദേശിലെ സമീപകാല ചരിത്രത്തിലെ നിർണായക സംഭവങ്ങളിൽ ഒന്നായിരുന്നു. റോഡ് സുരക്ഷാ വിഷയത്തിലും അഴിമതിയിലും പ്രതിഷേധിച്ച് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയിരുന്നു. ഈ പ്രക്ഷോഭത്തെ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അതിക്രൂരമായി അടിച്ചമർത്താൻ ശ്രമിച്ചത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ വസ്തുതാന്വേഷണ സംഘം നടത്തിയ കണ്ടെത്തലുകൾ അനുസരിച്ച് പ്രക്ഷോഭത്തിനിടെ സുരക്ഷാ സേന നടത്തിയ വെടിവെപ്പിൽ ഏകദേശം 1400 പേരോളം കൊല്ലപ്പെട്ടിരുന്നു. ഈ മരണങ്ങൾക്ക് പിന്നിൽ സർക്കാർ സേനയുടെ നേരിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നുവെന്ന ആരോപണങ്ങൾക്ക് ഈ ഓഡിയോ ടേപ്പ് കൂടുതൽ ബലം നൽകുകയാണ്. സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ സൈനിക ആയുധങ്ങൾ ഉപയോഗിക്കാൻ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഉത്തരവിട്ടു എന്നത് രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. ഷെയ്ഖ് ഹസീന നിലവിൽ ഇന്റർനാഷണൽ ക്രൈം ട്രൈബ്യൂണലിൽ കൂട്ടക്കൊലക്കേസിൽ വിചാരണ നേരിടുകയാണ്. പ്രേരണ, ഗൂഢാലോചന, മനുഷ്യരാശിക്കെതിരെ കുറ്റകൃത്യങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ഗുരുതരമായ കുറ്റങ്ങളാണ് അവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ പുറത്താക്കപ്പെട്ട് 10 മാസത്തിന് ശേഷം 2024 ജൂണിലാണ് ഈ വിചാരണ ആരംഭിച്ചത്. കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയാൽ വധശിക്ഷ വരെ ലഭിക്കാമെന്ന കുറ്റങ്ങളാണിത്. പുറത്തുവന്ന ഓഡിയോ ടേപ്പ് ഹസീനയ്ക്കെതിരായ കേസിലെ നിർണായക തെളിവായി ഉപയോഗിക്കാൻ ICTയിലെ പ്രോസിക്യൂട്ടർ പദ്ധതിയിടുന്നു. അവരുടെ പങ്ക് സ്ഥാപിക്കുന്നതിന് ഈ റെക്കോർഡിങ്ങുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഫോറൻസിക് വിദഗ്ധർ ഓഡിയോയുടെ ആധികാരികത സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഇത് പ്രോസിക്യൂഷന് വലിയ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. ഈ ഓഡിയോ ടേപ്പ് വിചാരണയുടെ ഗതിയെ നിർണായകമായി സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ ശക്തമായ ഒരു വ്യക്തിത്വമായിരുന്നെങ്കിലും ഈ പുതിയ വെളിപ്പെടുത്തലുകൾ അവരുടെ പ്രതിച്ഛായയ്ക്ക് കനത്ത തിരിച്ചടിയാണ്. ജനകീയ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ ഭരണകൂടം സ്വീകരിച്ച ക്രൂരമായ നടപടികൾക്കെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നിട്ടുള്ളത്. ബംഗ്ലാദേശിലെ പുതിയ സർക്കാർ ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾക്ക് ഉത്തരവിടുമോ എന്ന് കണ്ടറിയണം. ഈ സംഭവങ്ങൾ രാജ്യത്തിന്റെ ജനാധിപത്യ ഭാവിക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്ത് സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള പൗരന്മാരുടെ അവകാശം മാനിക്കപ്പെടേണ്ടതുണ്ട്. എന്നാൽ ഇവിടെ നടന്ന സംഭവങ്ങൾ ഭരണകൂടം ഈ അവകാശങ്ങളെ കാറ്റിൽ പറത്തിയെന്ന് വ്യക്തമാക്കുന്നു. ഷെയ്ഖ് ഹസീനയ്ക്കെതിരായ നിയമപോരാട്ടം ബംഗ്ലാദേശിലെ നീതിന്യായ വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക പരീക്ഷണമാണ്. നീതി നടപ്പിലാക്കുമോ അതോ രാഷ്ട്രീയ സ്വാധീനങ്ങൾക്ക് വഴിവെക്കുമോ എന്ന് ലോകം ഉറ്റുനോക്കുന്നു. ഈ വിചാരണയുടെ ഫലം ബംഗ്ലാദേശിന്റെ ഭാവി രാഷ്ട്രീയത്തിലും വലിയ സ്വാധീനം ചെലുത്തും. ജനങ്ങൾക്ക് ഭരണകൂടത്തിനുള്ള വിശ്വാസം വീണ്ടെടുക്കാനും സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും നിയമപരമായും ഭരണപരമായും ശക്തമായ നടപടികൾ ആവശ്യമാണ്. ഈ ഓഡിയോ ടേപ്പ് കേവലം ഒരു തെളിവ് എന്നതിലുപരി ബംഗ്ലാദേശിന്റെ സമീപകാല ചരിത്രത്തിലെ ഒരു ഇരുണ്ട അധ്യായത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്.